Hello friends, welcome to Come On Children. Today let's discuss the extra questions and activities in the first lesson Life with Grandfather. Life with Grandfather എന്ന പാഠത്തിലെ 18ാമത്തെ പേജിൽ വരുന്ന ലെറ്റ്സ് റിവിസിറ്റ് ദ സ്റ്റോറിയിലെ കുറച്ച് ചോദ്യങ്ങളും ബാക്കിയുള്ള ആക്ടിവിറ്റീസുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലായി ഈ പാഠത്തിലെ വേർഡ് മീനിങ്സും ക്വസ്റ്റ്യൻ ആൻസേഴ്സും എല്ലാം വിശദീകരിച്ചിരുന്നു. ആ വീഡിയോകളുടെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ലെറ്റ്സ് റിവിസിറ്റ് ദ സ്റ്റോറിയിലെ ആദ്യത്തെ ചോദ്യം നോക്കൂ. പിക്ക് ഔട്ട് സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി വിച്ച് ഷോ ഗ്രാൻഡ് മദേഴ്സ് ലവ് ഫോർ രാജ. രാജയോട് ഗ്രാൻഡ് മദറിന് എത്രത്തോളം സ്നേഹമുണ്ട് എന്ന് കാണിക്കുന്ന സെൻറ്റൻസുകൾ ഈ കഥയിൽ നിന്നും എടുത്തെഴുതുക. കഥയുടെ ആദ്യ ഭാഗത്ത് രാജ മുത്തശ്ശിയെക്കുറിച്ച് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ നിന്നും മുത്തശ്ശിക്ക് രാജയോട് എത്ര സ്നേഹമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് സെൻറ്റൻസ് നോക്കൂ. ഷീ ടുക്ക് ഗുഡ് കെയർ ഓഫ് മീ. അവരെന്നെ നന്നായി ശ്രദ്ധിച്ചിരുന്നു. ഷീ വുഡ് ഫോളോ മീ ലൈക്ക് എ ഷാഡോ സേയിങ് ഡ്രിങ്ക് ദിസ് മിൽക്ക് ഓർ ഈറ്റ് യുവർ ഫുഡ് ഓർ ഹാവ് യുവർ ബാത്ത് ഓർ ഗോ ടു ബെഡ്. പാല് കുടിക്കൂ, ഭക്ഷണം കഴിക്കൂ, കുളിക്കൂ, ഉറങ്ങാറായി, കിടന്നോളൂ എന്നൊക്കെ പറഞ്ഞ് ഒരു നിഴലുപോലെ എപ്പോഴും മുത്തശ്ശി എന്നെ പിന്തുടരാറുണ്ട്. ഇനി രാജ ഒളിച്ചിരുന്നപ്പോൾ മുത്തശ്ശി എങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെയാണ്. ഗ്രാൻഡ് മദർ വാസ് വെയിറ്റിംഗ് ഫോർ മീ. അവൻ പശുത്തൊഴുത്തിലിരുന്ന് കാണുകയാണല്ലേ, സന്ധ്യയായിട്ടും കുട്ടിയെ കാണാഞ്ഞ് മുത്തശ്ശി കാത്തു നിൽക്കുകയാണ്. വെൻ ഐ ഡിഡ് നോട്ട് ടേൺ അപ്പ് ഷീ ലുക്ക്ഡ് ഫോർ മീ എവ്രിവെയർ ഇൻ ദ ഹൗസ്. എന്നെ കാണാഞ്ഞപ്പോൾ അവർ വീടിൻ്റെ എല്ലാ ഭാഗത്തും എന്നെ തിരഞ്ഞു. ഷീ സ്റ്റാർട്ടഡ് ടെല്ലിംഗ് ദ പീപ്പിൾ വാട്ട് എ ഗുഡ് ബോയ് ഐ വാസ്. ഇത് രാജ മിസ്സിംഗ് ആയ സമയത്ത് ആളുകൾ ഓടിക്കൂടിയപ്പോൾ മുത്തശ്ശി അവരോട് പറയുന്നതാണ് രാജ എത്രമാത്രം നല്ല കുട്ടിയായിരുന്നു എന്ന്. ഇതെല്ലാം മുത്തശ്ശിക്ക് രാജയോടുള്ള സ്നേഹം കാണിക്കുന്ന സെൻറ്റൻസുകളാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. രാജ ലവ്സ് ബോത്ത് ഗ്രാൻഡ് മദർ ആൻഡ് ഗ്രാൻഡ് ഫാദർ ബട്ട് ദേ ആർ സംഹൗ ഡിഫറെൻറ്റ്. കമ്പയർ ദ ക്യാരക്ടേഴ്സ് ഓഫ് ഗ്രാൻഡ് മദർ ആൻഡ് ഗ്രാൻഡ് ഫാദർ. രാജ മുത്തച്ഛനെയും മുത്തശ്ശിയെയും ഒരുപോലെ സ്നേഹിക്കുന്നുണ്ടല്ലേ, പക്ഷേ ഇവർ രണ്ടുപേരും കുറച്ച് വ്യത്യസ്ത സ്വഭാവമുള്ളവരാണ്. ഇവരുടെ രണ്ടുപേരുടെയും സ്വഭാവങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്യണം. മുത്തശ്ശി വളരെ സോഫ്റ്റ് ആണ്, എന്നാൽ മുത്തച്ഛൻ അല്പം സ്ട്രിക്റ്റ് ആണല്ലേ. എന്നാൽ രാജയോട് രണ്ടുപേർക്കും ഒരേപോലെ സ്നേഹവുമുണ്ട്. നമുക്ക് ഇവരുടെ സ്വഭാവങ്ങളെ ഒന്ന് താരതമ്യം ചെയ്തു നോക്കാം. ആദ്യം മുത്തശ്ശിയുടെ സ്വഭാവം നോക്കാം. ഗ്രാൻഡ് മദർ വാസ് കൈൻഡ് ആൻഡ് ജെൻറ്റിൽ. മുത്തശ്ശി വളരെ ദയയുള്ളവളും വളരെ സൗമ്യ സ്വഭാവമുള്ള, വളരെ സോഫ്റ്റ് ആയിട്ട് പെരുമാറുന്ന ആളുമാണ്. ഷീ ലവ്ഡ് രാജ വെരി മച്ച്. അവർ രാജയെ വളരെയധികം സ്നേഹിച്ചിരുന്നു. ഷീ ടുക്ക് ഗുഡ് കെയർ ഓഫ് ഹിം ആൻഡ് ഫോളോഡ് ഹിം ലൈക്ക് എ ഷാഡോ. അവർ രാജയെ വളരെയധികം ശ്രദ്ധിക്കുകയും അവൻ്റെ ഓരോ കാര്യങ്ങൾ ചെയ്ത് അവനെ നിഴലുപോലെ പിന്തുടരുകയും ചെയ്തു. ഇനി മുത്തച്ഛനെ കുറിച്ച് നോക്കാം. ഗ്രാൻഡ് ഫാദർ വാസ് എ മാൻ ഓഫ് സ്ട്രോങ് വിൽ. മുത്തച്ഛൻ മുത്തശ്ശിയെ പോലെയല്ല, പെട്ടെന്ന് മനസ്സ് തളർന്നു പോവാത്ത അല്പം ധൈര്യമുള്ള കൂട്ടത്തിലാണല്ലേ. ഹി വാസ് സ്ട്രിക്റ്റ് വിത്ത് രാജ ആൻഡ് നെവർ അലൗഡ് ഹിം ടു പ്ലേ വിത്ത് അതർ ചിൽഡ്രൻ. എന്നാൽ മുത്തശ്ശി അവനോട് സോഫ്റ്റ് ആയിട്ട് പെരുമാറുന്നത് പോലെയല്ല മുത്തച്ഛൻ പെരുമാറിയിരുന്നത്. ഹി വാസ് സ്ട്രിക്റ്റ് വിത്ത് രാജ. രാജയോട് കണിശമായാണ് പെരുമാറിയിരുന്നത്. അവനെ പുറത്തുപോയി കൂട്ടുകാരോടൊപ്പം കളിക്കാനൊന്നും അനുവദിച്ചിരുന്നില്ല. ഹി ഗെറ്റ്സ് ആംഗ്രി ഈസിലി ആൻഡ് സ്കോൾഡ്സ് രാജ ഫോർ ഹിസ് മിസ്ചീവ്സ് ബട്ട് ലവ്സ് ഹിം ടു. മുത്തച്ഛന് വേഗം ദേഷ്യം പിടിക്കും. രാജ വികൃതി കാണിച്ചപ്പോൾ അവനോട് ദേഷ്യപ്പെട്ടില്ലേ. ഹി സ്കോൾഡ്സ് രാജ ഫോർ ഹിസ് മിസ്ചീവ്സ്. മിസ്ചീവ്സ് എന്ന് പറഞ്ഞാൽ വികൃതികളാണ്. രാജയുടെ കൊച്ചു കൊച്ചു വികൃതികൾക്ക് അദ്ദേഹം അവനെ ശകാരിക്കാറുണ്ടായിരുന്നു. ബട്ട് ലവ്സ് ഹിം ടു. എന്നാൽ മുത്തശ്ശിയെ പോലെ തന്നെ മുത്തശ്ശനും രാജയോട് വളരെയധികം സ്നേഹവും ഉണ്ടായിരുന്നു. തേർഡ് ക്വസ്റ്റ്യൻ. രാജ ഹിഡ് ഇൻ ദ കൗ ഷെഡ് ഫോർ എ ലോങ് ടൈം. വാസ് ഇറ്റ് റൈറ്റ് ടു ഡു സോ? റൈറ്റ് യുവർ വ്യൂസ് ഇൻ എ ഫ്യൂ സെൻറ്റൻസസ്. മുത്തച്ഛനോട് പിണങ്ങി രാജ കുറേ നേരം പശുത്തൊഴുത്തിൽ ഒളിച്ചിരുന്നു അല്ലേ. ഇരുട്ടായിട്ടും വീട്ടിലേക്ക് കയറി വന്നില്ല. അവൻ ചെയ്തത് ശരിയായിരുന്നോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ ഏതാനും വാക്യങ്ങളിലായിട്ട് എഴുതണം. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? രാജ ചെയ്തത് ശരിയായോ അതോ തെറ്റാണോ? തെറ്റാണല്ലേ. രാജയെ കാണാന് പ്രായമായ പാവം മുത്തച്ഛനും മുത്തശ്ശിയുമെല്ലാം ഒരുപാട് വിഷമിച്ചു അല്ലേ. നമ്മൾ വീട്ടുകാരെ ഇങ്ങനെയൊന്നും പ്രയാസപ്പെടുത്തിക്കൂടാ. അവർ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളെ വഴക്ക് പറയുന്നതെല്ലാം അല്ലേ. അത് നമ്മൾ മനസ്സിലാക്കണം. ഉത്തരം നോക്കൂ.
I think what Raja did was not right. രാജ ചെയ്തത് ശരിയായില്ല എന്നാണ് ഞാൻ കരുതുന്നത്. രാജാസ് ഗ്രാൻഡ് പാരൻസ് ആർ വെരി ലവിങ്. രാജയുടെ മുത്തച്ഛനും മുത്തശ്ശിയും വളരെ സ്നേഹമുള്ളവരാണ്. When he went missing, they were greatly worried and searched him everywhere. അവനെ കാണാതായപ്പോൾ അവർ വളരെയധികം വിഷമിക്കുകയും എല്ലായിടത്തും അവനെ തിരയുകയും ചെയ്തു. His relatives and neighbors were also feared and worried. അവൻ്റെ അയൽക്കാരും ബന്ധുക്കളും അവനെ കാണാൻ പേടിക്കുകയും വിഷമിക്കുകയും ചെയ്തു. Children should understand their parents' love and never hurt them. കുട്ടികൾ അവരുടെ രക്ഷിതാക്കളുടെ സ്നേഹം മനസ്സിലാക്കണം. അവരെ ഒരിക്കലും വേദനിപ്പിക്കരുത്. Fourth question. Did you like the story? നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ? Which part of the story did you like the most? കഥയുടെ ഏത് ഭാഗമാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? Write a note on why you like the story. നിങ്ങൾക്ക് ഈ കഥ എന്തുകൊണ്ടാണ് ഇഷ്ടമായത് എന്നതിനെക്കുറിച്ച് ഒരു നോട്ട് തയ്യാറാക്കൂ, ഒരു കുറിപ്പെഴുതൂ. ഈ ചോദ്യത്തിന് 3 ഭാഗങ്ങളുണ്ടല്ലേ. ആദ്യം നമ്മളോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് കഥ ഇഷ്ടമായോ എന്നാണ്. നിങ്ങൾക്ക് ഇഷ്ടമായോ ഈ കഥ? എനിക്ക് നല്ല ഇഷ്ടമായി. അതുകൊണ്ട് ഞാൻ ഉത്തരം എഴുതാൻ പോകുന്നത് യെസ് ഐ ലൈക്ക് ദ സ്റ്റോറി എന്നാണ്. അടുത്ത ഭാഗം നോക്കൂ. വിച്ച് പാർട്ട് ഓഫ് ദ സ്റ്റോറി ഡിഡ് യു ലൈക്ക് ദ മോസ്റ്റ്? ഇനി കഥയുടെ ഏത് ഭാഗമാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് എന്നാണ്. എനിക്കിഷ്ടമായത് കഥയിൽ മുത്തച്ഛൻ്റെ തോട്ടത്തെക്കുറിച്ച് പറയുന്ന ഭാഗമാണ്. അപ്പോൾ ഞാൻ എഴുതിയത് നോക്കൂ. ദി ഡീറ്റെയിൽസ് ഓഫ് ദ ഗാർഡൻ അട്രാക്റ്റഡ് മീ വെരി മച്ച്. തോട്ടത്തെക്കുറിച്ച് വിവരിക്കുന്ന ഭാഗമാണ് എന്നെ വളരെയധികം ആകർഷിച്ചത്. ഇനി നിങ്ങൾക്ക് ഈ കഥ എന്തുകൊണ്ടാണ് ഇഷ്ടമായത് എന്നതാണ് അടുത്ത ചോദ്യം. ഐ ലൈക്ക് ദ സ്റ്റോറി ബിക്കോസ് ഐ ലവ് ദ നേച്ചർ എ ലോട്ട്. ഞാൻ പ്രകൃതിയെ വളരെയധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഈ കഥയും ഇഷ്ടമായത്. ഈ കഥയിൽ പ്രകൃതിയെക്കുറിച്ചുള്ള വിവരണം ധാരാളമുണ്ടല്ലേ. രാജ ഈസ് ലക്കി ടു പ്ലേ വിത്ത് ദ കാവ്സ്, ബട്ടർഫ്ലൈസ് ആൻഡ് മോങ്കൂസസ്. പശുക്കുട്ടികളുമായും പൂമ്പാറ്റകളോടൊപ്പവും കീരികളോടൊപ്പവും ഒക്കെ കളിക്കാൻ കഴിയുന്ന രാജ വളരെ ലക്കിയാണ്, ഭാഗ്യവാനാണ്. ഇറ്റ് വിൽ ബി വെരി എക്സൈറ്റിംഗ് ടു എക്സ്പ്ലോർ ദ ഗ്രോവ്. കാവിൽ പോവാനും അവിടുത്തെ ഓരോ കാര്യങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിക്കാനും എന്തൊരു രസമായിരിക്കും. ഐ വിഷ് ഐ കുഡ് ബി ലൈക്ക് രാജ. രാജയെപ്പോലെ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the story, Raja made a shower by shaking the sandalwood tree. കഥയിൽ ചന്ദനമരം കുലുക്കി രാജ ഒരു നല്ല മഴ പെയ്യിച്ചു. It was great fun for him. അവന് അത് വളരെ രസകരമായിരുന്നു. You must have had such funny experiences in your life. നിങ്ങളുടെ ജീവിതത്തിലും ഇങ്ങനെ രസകരമായ സംഭവങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. Recollect and present such an experience before your friends in the class. അങ്ങനെയൊരു അനുഭവം ഓർത്തെടുത്ത് ക്ലാസ്സിൽ കൂട്ടുകാരുടെ മുന്നിൽ അവതരിപ്പിക്കൂ. Now let's move to the activities. Activity 1. Go through the concept maps of Raja's family and his homestead. ഇവിടെ 2 കോൺസെപ്റ്റ് മാപ്സ് തന്നിട്ടുണ്ട്. രാജയുടെ ഫാമിലിയെയും അവൻ്റെ പുരയിടത്തെയും കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് ഉള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് മാപ്പ് നോക്കൂ. രാജയുടെ സ്വഭാവം എങ്ങനെയാണ്? നോട്ടി, അല്പം കുസൃതിയുള്ളതാണല്ലേ. പിന്നെ രാജയുടെ ഗ്രാൻഡ് ഫാദർ ടോൾ ആൻഡ് സ്ട്രോങ്, നല്ല ഉയരമുള്ള ആരോഗ്യമുള്ള ശക്തിയുള്ള ഒരാളാണ്. അടുത്തത് ഗ്രാൻഡ് മദർ ലവിങ് ആൻഡ് കെയറിങ്, വളരെയധികം രാജയെ ശ്രദ്ധിക്കുന്ന സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഗ്രാൻഡ് മദർ. പിന്നെ അങ്കിൾ ഫ്രണ്ട്ലി, രാജയോട് വളരെയധികം ഫ്രണ്ട്ലി ആണല്ലേ. അപ്പോൾ രാജയുടെ കുടുംബത്തിലെ ഓരോരുത്തരെയും അവരുടെ പ്രത്യേകതകളെയും കുറിച്ച് പറഞ്ഞു. ഇനി അവൻ്റെ വീടിനെ കുറിച്ചാണ് പറയുന്നത്. അവൻ്റെ വീട്ടിൽ എന്തെല്ലാം കാര്യങ്ങളാണുള്ളത്? മെനി ടാങ്ക്സ്, ധാരാളം ഫിഷ് ടാങ്ക്സ് ഉണ്ടല്ലേ. ബേർഡ്സ്, ആനിമൽസ്, റെപ്റ്റൈൽസ് ഇതൊക്കെയുണ്ട്. കൗ ഷെഡ് ഉണ്ട്. ട്രീസ് ആൻഡ് ഗാർഡൻ, ഇതെല്ലാം അവൻ്റെ വീട്ടിൽ നമ്മൾ കണ്ടതാണ്. ഇനി എന്താണ് ചോദ്യം എന്ന് നോക്കാം. Now prepare concept maps about your own family. ഇനി ഇതുപോലെ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ഫാമിലിയെക്കുറിച്ചും നിങ്ങൾ സ്വന്തമായിട്ട് ഒരു കോൺസെപ്റ്റ് മാപ്പ് ഉണ്ടാക്കണം. ഇത് നിങ്ങൾ ഓരോരുത്തരും സ്വന്തമായി ചെയ്യേണ്ടതാണ്. നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളെക്കുറിച്ചുമൊക്കെ ആദ്യത്തെ മാപ്പിൽ എഴുതണം. പിന്നീട് നിങ്ങളുടെ വീടിൻ്റെ പ്രത്യേകതകളാണ് എഴുതേണ്ടത്. ഞാനൊരു മോഡൽ കൊടുത്തിട്ടുണ്ട്, അതെന്താണെന്ന് നമുക്ക് നോക്കാം. മൈസെൽഫ്, ഞാൻ എങ്ങനെയാണ്?
ബ്രേവ് ആൻഡ് സ്മാർട്ട്. ഞാൻ വളരെ ധൈര്യശാലിയായ മിടുക്കനായ ഒരു കുട്ടിയാണ്. അപ്പം മൈസെൽഫ് എന്നുള്ളിടത്ത് നിങ്ങൾ നിങ്ങളെ പറ്റിയാണ് എഴുതേണ്ടത്. ഇനി എൻ്റെ വീട്ടിൽ ആദ്യം അച്ഛനെ കുറിച്ച് എഴുതുന്നു. ഫാദർ ഫ്രണ്ട്ലി, വളരെ സൗഹൃദത്തോടു കൂടിയാണ് പെരുമാറുന്നത്. മദർ ലവിങ്. ബ്രദർ നോട്ടി, അല്പം വികൃതിയാണ്. ഇങ്ങനെ നിങ്ങളുടെ വീട്ടിലുള്ളവരെ കുറിച്ച് ഓരോ സർക്കിളിലായിട്ട് എഴുതുക. ഇനി മൈ ഹോം, എൻ്റെ വീട് എങ്ങനെയുള്ളതാണ്? ട്രീസ്, എൻ്റെ വീട്ടിൽ ധാരാളം മരങ്ങളുണ്ട്. പൗൾട്രി ഫാം, കോഴികളെ വളർത്തുന്ന ഒരു ഫാമുണ്ട്. ഗാർഡൻ ഫിഷ് പോണ്ട്, മനോഹരമായ ഒരു പൂന്തോട്ടവും ഒരു മീൻകുളവുമുണ്ട്. പെറ്റ് ഡോഗ് ലവ് ബേർഡ്സ്, എനിക്കൊരു പെറ്റ് ഡോഗും കുറച്ച് ലവ് ബേർഡ്സും ഉണ്ട്. ഇതുപോലെ നിങ്ങളുടെ വീടിൻ്റെ പ്രത്യേകതകളും എഴുതൂ. ഈ ആക്ടിവിറ്റിയിൽ ഒരു ചോദ്യം കൂടിയുണ്ട്. യൂസിങ് ദ ഹിൻസ് ഫ്രം ദ കോൺസെപ്റ്റ് മാപ്സ് യു ഹാവ് പ്രിപ്പയർഡ്, റൈറ്റ് എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് യുവർ ഫാമിലി. നമ്മൾ തയ്യാറാക്കിയ കോൺസെപ്റ്റ് മാപ്സ് വെച്ച് നമ്മുടെ കുടുംബത്തെക്കുറിച്ച് ഒരു ഡിസ്ക്രിപ്ഷൻ, ഒരു വിവരണം തയ്യാറാക്കണം. ഐ ആം എ ബ്രേവ് ആൻഡ് സ്മാർട്ട് ബോയ്. ഞാൻ വളരെ ധൈര്യശാലിയായ സമർത്ഥനായ ഒരു കുട്ടിയാണ്. വി ആർ എ സ്മോൾ ഫാമിലി. ഞങ്ങൾ ഒരു ചെറിയ കുടുംബമാണ്. മൈ ഫാദർ ഈസ് വെരി ഫ്രണ്ട്ലി. എൻ്റെ അച്ഛൻ വളരെ ഫ്രണ്ട്ലിയാണ്. ഐ ഹാവ് എ യങ് ബ്രദർ ഹു ഈസ് വെരി നോട്ടി. എനിക്കൊരു അനിയനുണ്ട്, അവൻ വളരെ വികൃതിയാണ്. അവർ മദർ ഈസ് ലവിങ് ആൻഡ് കെയറിങ്. ഞങ്ങളുടെ അമ്മ വളരെ സ്നേഹമുള്ള ശ്രദ്ധയുള്ള ഒരമ്മയാണ്. ദർ ആർ മെനി ട്രീസ് അറൗണ്ട് മൈ ഹോം. എൻ്റെ വീടിന് ചുറ്റും നിറയെ മരങ്ങളുണ്ട്. ഐ ഹാവ് എ പെറ്റ് ഡോഗ് ആൻഡ് എ ഫ്യൂ ലവ് ബേർഡ്സ്. എനിക്ക് ഒരു വളർത്തുനായയും കുറച്ച് ലവ് ബേർഡ്സുമുണ്ട്. അവർ ഗാർഡൻ ഈസ് സോ ബ്യൂട്ടിഫുൾ. ഞങ്ങളുടെ പൂന്തോട്ടം വളരെ മനോഹരമാണ്. ദർ ഈസ് എ ഫിഷ് പോണ്ട് ആൻഡ് എ പൗൾട്രി ഫാം അറ്റ് മൈ ഹോം. എൻ്റെ വീട്ടിൽ ഒരു മീൻകുളവും കോഴികളെ വളർത്തുന്ന ഫാമുമുണ്ട്. ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കിയ കോൺസെപ്റ്റ് മാപ്പ് അനുസരിച്ച് നിങ്ങളുടെ വീടിനെ കുറിച്ചും ഒരു വിവരണം എഴുതി നോക്കൂ. ആക്ടിവിറ്റി 2. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഗിവൻ ബിലോ ആൻഡ് ഫിൽ ഇൻ ദ ബോക്സസ് സ്യൂട്ടബിളി. ഇവിടെ തന്നിരിക്കുന്ന ചിത്രങ്ങളിലെ ഓരോ സന്ദർഭത്തിനും അനുസരിച്ച് അതിലെ കഥാപാത്രങ്ങൾ എന്താണ് പറഞ്ഞിട്ടുണ്ടാവുക എന്നാണ് നമുക്ക് ഇതിലെ ഓരോ ബോക്സിലും എഴുതേണ്ടത്. ആദ്യത്തെ ചിത്രം നോക്കൂ. മുത്തച്ഛൻ എന്താ പറയുന്നത്? രാജ മരം കുലുക്കി മഴ പെയ്യിപ്പിച്ചപ്പോൾ, ഏയ് ക്രേസി ബോയ്, ഐ വിൽ ടീച്ച് യു എ ലെസൺ. സ്റ്റുപ്പിഡ് ബോയ്, ഞാൻ നിന്നെ ഒരു പാഠം പഠിപ്പിക്കും എന്നാണല്ലേ. രാജ എന്താണ് ചോദിച്ചിട്ടുണ്ടാവുക? ഗ്രാൻഡ് പാ, ഹൗ ഇസ് ദ ഷവർ? ഗ്രാൻഡ് പാ, ഈ മഴ എങ്ങനെയുണ്ട്, രസമുണ്ടോ എന്നായിരിക്കും അവൻ ചോദിച്ചിട്ടുണ്ടാവുക അല്ലേ. സെക്കൻഡ് പിക്ചർ നോക്കൂ. ഗ്രാൻഡ് ഫാദർ അവനെ പിടിക്കാനായിട്ട് ഓടുമ്പോൾ തട്ടി തടഞ്ഞ് വീഴുകയാണ്. അപ്പോൾ ഗ്രാൻഡ് ഫാദർ പറയാണ്, ഓ ഹെൽപ്പ് മീ, ഹെൽപ്പ് മീ, ഐ ഹാവ് ബ്രോക്കൺ മൈ ലെഗ്സ്. എന്നെ സഹായിക്കൂ, എൻ്റെ കാല് പൊട്ടി എന്നല്ലേ. അപ്പോൾ രാജ എന്താ പറയുക? നോ, ഇഫ് ഐ കം നിയർ യു വിൽ ബീറ്റ് മീ. ഇല്ല, ഞാൻ അടുത്ത് വന്നാൽ നിങ്ങൾ എന്നെ അടിക്കും. അടുത്ത ചിത്രത്തിൽ എന്താ കാണുന്നത്? രാജ തൊഴുത്തിൽ ഒളിച്ചിരിക്കുകയാണല്ലേ. അപ്പോൾ പശുക്കൾ ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദിസ് ബോയ് ഡൂയിങ് ഹിയർ? ഈ കുട്ടി ഇവിടെ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ രാജ എന്താ പറയുക? ഐ എം ഹൈഡിങ് ഹിയർ, ഡോണ്ട് മേക്ക് നോയ്സ്. ഞാനിവിടെ ഒളിച്ചിരിക്കുകയാണ്, ഒച്ചയുണ്ടാക്കല്ലേ. അടുത്ത ചിത്രത്തിൽ രാജയുടെ മിസ്സിംഗ് ന്യൂസ് അറിഞ്ഞ് വന്ന ആളുകൾ അതിനെക്കുറിച്ച് ഓരോന്ന് കമൻറ്റ് ചെയ്യുന്നതാണല്ലേ. എന്തൊക്കെയായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടാവുക? ഒരാൾ പറയാണ്, വേർ വിൽ ബി ദ ബോയ് നൗ? ആ കുട്ടി ഇപ്പോൾ എവിടെയായിരിക്കും? അപ്പോൾ മറ്റൊരാളുടെ കമൻറ്റാണ്, ലെറ്റ് ഹിം ബി സേഫ് വേർ എവർ ഹീ ഈസ്. അവന് എവിടെയാണെങ്കിലും അവൻ സേഫ് ആയിരിക്കട്ടെ, സുരക്ഷിതനായിരുന്നാൽ മതിയായിരുന്നു. മുത്തച്ഛൻ രാജയെ തിരിച്ചു കിട്ടാനായി പ്രാർത്ഥിക്കുന്നതാണ് അടുത്ത ചിത്രം അല്ലേ. എന്താണ് മുത്തച്ഛൻ പ്രാർത്ഥിക്കുന്നത്? ഹെൽപ്പ് മീ ഗോഡ്, ഗിവ് മൈ ചൈൽഡ് ബാക്ക്. ദൈവമേ, എന്നെ സഹായിക്കൂ, എൻ്റെ കുട്ടിയെ തിരിച്ചു തരൂ. അപ്പോഴേക്കും രാജ തിരിച്ചു വരുന്നു. എന്നിട്ട് അവൻ എന്താ പറയുന്നത്? സോറി ഗ്രാൻഡ് ഫാദർ. ഇനി അടുത്ത പേജ് നോക്കൂ. നൗ ലെറ്റ്സ് കംപ്ലീറ്റ് ദ ഫോളോയിങ് ഇവൻറ്റ്സ്. ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത് ഈ കഥയിലെ പ്രധാന സംഭവങ്ങളാണ്. അത് നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. ഇവന്റ് 1, ഒന്നാമത്തെ സംഭവം. ആദ്യം നടന്നത് എന്താണ്? രാജ ഷെയ്ക്സ് ദ സാൻഡൽവുഡ് ട്രീ. രാജ മരം കുലുക്കുന്നു. റെയിൻ ഡ്രോപ്സ് ഷവർ ഓൺ ഹിം ആൻഡ് ഹിസ് ഗ്രാൻഡ് ഫാദർ. അവൻ്റെയും അവൻ്റെ മുത്തച്ഛൻ്റെയും ശരീരത്തിൽ വെള്ളത്തുള്ളികൾ വീഴുന്നു. ഇവന്റ് നമ്പർ 2, പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? ഗ്രാൻഡ് ഫാദർ ഗെറ്റ്സ് ആംഗ്രി വിത്ത് രാജ ആൻഡ് ഹി റൺസ് ആഫ്റ്റർ രാജ. ഹി സ്റ്റംബിൾസ് ആൻഡ് ഫോൾസ് ഡൗൺ.
ഗ്രാൻഡ് ഫാദർ ദേഷ്യം പിടിച്ച് രാജയുടെ പിന്നാലെ ഓടുന്നു. അദ്ദേഹം തട്ടിത്തടഞ്ഞ് താഴെ വീഴുന്നു. ഇവന്റ് നമ്പർ 3. പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? മുത്തച്ഛൻ്റെ അടി പേടിച്ച് രാജ വയലിൽ പോയി ഒളിച്ചിരിക്കുന്നു അല്ലേ? പക്ഷേ ഇരുട്ടാവുമ്പോൾ അവന് അവിടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടി തോന്നുന്നു. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? വീടിനടുത്തുള്ള കൗഷെഡിൽ പോയി ഒളിക്കുന്നു അല്ലേ? രാജ ഹൈഡ്സ് ഇൻ ദ പാഡി ഫീൽഡ്സ്. വെൻ ഇറ്റ് ഗെറ്റ്സ് ഡാർക്ക് he hides in the loft of the cowshed. Event number 4. People make various comments about Raja's disappearance. രാജയെ കാണാതായതറിഞ്ഞ് വന്ന ആളുകൾ അതേക്കുറിച്ച് പല അഭിപ്രായങ്ങളും പറയുന്നു. ഇവന്റ് നമ്പർ 5. കഥയിലെ അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നത് മുത്തച്ഛൻ രാജയെ കിട്ടാനായി പ്രാർത്ഥിക്കുന്നതും അവൻ്റെ അങ്കിള് അവനെ തിരിച്ചു കൊണ്ടുവരുന്നതുമാണ് അല്ലേ? ഗ്രാൻഡ് ഫാദർ പ്രേസ് ടു ഗെറ്റ് രാജ ബാക്ക്. രാജാസ് അങ്കിൾ ഫൈൻഡ്സ് ഹിം ആൻഡ് ടേക്സ് ഹിം ഹോം. ഇനി നമുക്ക് ഈ സംഭവങ്ങളെയെല്ലാം ചേർത്ത് വെച്ച് ഒരു നാടക രൂപത്തിലേക്ക് മാറ്റിയാലോ? കഥയെ എങ്ങനെ നാടകമാക്കാം? അതിനെന്തെല്ലാം ചെയ്യണം? ആദ്യം തന്നെ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കണം അല്ലേ? എന്താണ് സ്ക്രിപ്റ്റ്? 5ാം ക്ലാസ്സിലെ ദ മിറർ എന്ന ചാപ്റ്ററിന് നമ്മളൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിയത് ഓർക്കുന്നുണ്ടോ? കഥയിൽ ഏതെല്ലാം കഥാപാത്രങ്ങളാണുള്ളത്, ഓരോരുത്തർക്കും എന്തെല്ലാം കോസ്റ്റ്യൂംസ് ആണ് നൽകേണ്ടത്, അവരുടെ വസ്ത്രധാരണം എങ്ങനെയായിരിക്കണം, അവരുടെ ആക്ഷൻസും മൂവ്മെൻറ്റ്സും എങ്ങനെയായിരിക്കണം, അവരെന്തെല്ലാം ഡയലോഗ്സ് ആണ് പറയേണ്ടത്, അവർ സ്റ്റേജിലേക്ക് എപ്പോഴാണ് വരേണ്ടത് പോകേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വിശദമായി എഴുതി തയ്യാറാക്കണം. ഇതിനെയാണ് നമ്മൾ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. സ്ക്രിപ്റ്റ് നന്നായി പഠിച്ചതിന് ശേഷം അതനുസരിച്ചാണ് അതിലെ ആക്ടേഴ്സ് അഭിനയിക്കുന്നത്. Now read and understand how the first event is developed into a script. നമ്മൾ നേരത്തെ കണ്ട കഥയിലെ 5 പ്രധാന സംഭവങ്ങളിൽ ആദ്യത്തെ സംഭവത്തിനെ എങ്ങനെയാണ് സ്ക്രിപ്റ്റ് ആക്കിയിരിക്കുന്നത് എന്ന് നോക്കൂ. Event number 1. The stage is decorated with flowers and trees. Raja, a 10-year-old boy, enters from the left side of the stage. സ്റ്റേജ് പൂക്കളും മരങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഒരു 10 വയസ്സായ രാജ എന്ന കുട്ടി സ്റ്റേജിൻ്റെ ഇടതുഭാഗത്ത് നിന്ന് പ്രവേശിക്കുന്നു. ഗാർഡനിലെ സീനാണ്, അതുകൊണ്ടാണ് സ്റ്റേജ് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി രാജ പറയുന്ന ഫസ്റ്റ് ഡയലോഗാണ്. രാജ, ഓ ലവ്ലി ഫ്ലവേഴ്സ്, ബിഗ് ട്രീസ്, once again I have come here to see you. Where are you, my friends, my pretty butterflies, my sweet calves? ഭംഗിയുള്ള പൂക്കളെ, വലിയ മരങ്ങളെ, ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ കാണാൻ വന്നിരിക്കുന്നു. എവിടെയാണ് എൻ്റെ കൂട്ടുകാർ? എൻ്റെ ഭംഗിയുള്ള പൂമ്പാറ്റകളും എൻ്റെ പ്രിയപ്പെട്ട പശുക്കുട്ടികളും എവിടെ? ഇനി രാജ എന്താണ് കാണുന്നത് എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് അവൻ അങ്ങോട്ട് നോക്കണമല്ലേ? അതൊക്കെ കാണുന്നതായിട്ട് അഭിനയിക്കണം. രാജ സീസ് ഹിസ് ഗ്രാൻഡ് ഫാദർ സ്റ്റാൻഡിങ് അണ്ടർ എ ട്രീ പിക്കിംഗ് ഫ്ലവേഴ്സ് ഫ്രം ദ ജാസ്മിൻ ബുഷ്. രാജയുടെ മുത്തച്ഛൻ ഒരു മരത്തിന് താഴെ നിന്നുകൊണ്ട് മുല്ലച്ചെടിയിൽ നിന്നും പൂക്കൾ പറിക്കുന്നതാണ് അവൻ കാണുന്നത്. രാജ ടു ഹിംസെൽഫ്. രാജ സ്വയം പറയാണ്, ഹായ്, വാട്ട് ആർ യു ഡൂയിങ് ദേ അണ്ടർ ദി ട്രീ? നിങ്ങൾ ആ മരത്തിന് ചുവട്ടിൽ എന്താണ് ചെയ്യുന്നത്? ഇത് കേട്ട് ഗ്രാൻഡ് ഫാദർ പറയാണ്, ഓൾ ദ ഫ്ലവേഴ്സ് ഹാവ് ഫോളൻ, ഐ മസ്റ്റ് കളക്ട് ദം സൂൺ. പൂക്കളെല്ലാം കൊഴിഞ്ഞിരിക്കുന്നു, എനിക്കതെല്ലാം വേഗം പെറുക്കിയെടുക്കണം. രാജ, ഐ വോണ്ട് ടു ഹാവ് എ ഷവർ. ഓ ട്രീ, ഗിവ് മീ റെയിൻ, ഗിവ് മീ റെയിൻ. എനിക്കിപ്പോൾ ഒരു മഴ കൊള്ളാൻ തോന്നുന്നു. മരമേ, എനിക്ക് മഴ തരൂ. ഇനി രാജ അടുത്തതായി എന്താണ് ചെയ്യുന്നത് എന്നാണ് ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത്. ഇത് നാടകം അഭിനയിക്കുന്ന സമയത്ത് അവൻ ചെയ്യേണ്ടതാണ് അല്ലേ? രാജ ഷേക്സ് ദ ട്രീ. രാജ മരം കുലുക്കുന്നു. ആൻഡ് റെയിൻ ഡ്രോപ്സ് ഷവർ ഓൺ ഗ്രാൻഡ് ഫാദർ. ഗ്രാൻഡ് ഫാദറിന്റെ മേലെ വെള്ളത്തുള്ളികൾ വീഴുന്നു. ഗ്രാൻഡ് ഫാദർ ഗെറ്റ്സ് ആംഗ്രി. രാജ ഹൈഡ്സ് ബിഹൈൻഡ് ദ ട്രീ. മുത്തച്ഛന് ദേഷ്യം വരുന്നു. രാജ മരത്തിനു പിറകെ ഒളിക്കുന്നു. ഗ്രാൻഡ് ഫാദർ, യു ക്രേസി ബോയ്, ഐ വിൽ ടീച്ച് യു എ ലെസൺ. ഫസ്റ്റ് ഇവന്റ് എങ്ങനെയാണ് സ്ക്രിപ്റ്റ് ആക്കിയത് എന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി ബാക്കിയുള്ള ഇവന്റുകൾ കൂടി നമുക്ക് ഇങ്ങനെ എഴുതണം. യു മേ ബ്ലോ അപ്പ് ദ റിമൈനിങ് ഇവന്റ്സ് ഇൻക്ലൂഡിംഗ് ക്യാരക്ടേഴ്സ്, ഡയലോഗ്സ്, ആക്ഷൻ എക്സെട്ര ആൻഡ് പ്രിപ്പയർ എ സ്ക്രിപ്റ്റ്. രണ്ടാമത്തെ ഇവന്റ് എന്തായിരുന്നു? ഗ്രാൻഡ് ഫാദർ ഗെറ്റ്സ് ആംഗ്രി വിത്ത് രാജ. He runs after Raja. He stumbles and falls down. മുത്തച്ഛൻ രാജയോട് ദേഷ്യപ്പെട്ട് അവൻ്റെ പിന്നാലെ ഓടി തടഞ്ഞു വീഴുന്നതാണല്ലേ. ഈ സംഭവം എങ്ങനെയാണ് സ്ക്രിപ്റ്റ് ആക്കുന്നത് എന്ന് നോക്കാം. ഇവന്റ് നമ്പർ 2. രാജ ഈസ് റണ്ണിങ് ലാഫിംഗ് അറ്റ് ഗ്രാൻഡ് ഫാദർ. മുത്തച്ഛനെ കളിയാക്കിക്കൊണ്ട് രാജ ഓടുന്നു. ഗ്രാൻഡ് ഫാദർ എന്ത് പറയുന്നു? ഗ്രാൻഡ് ഫാദർ, രാജ ഡോണ്ട് റൺ, സ്റ്റോപ്പ് ദേർ. രാജ ഓടരുത്, അവിടെ നിൽക്ക്. രാജ,
യു കനോട്ട് ക്യാച്ച് മീ. നിങ്ങൾക്ക് എന്നെ പിടിക്കാൻ കഴിയില്ല. ഗ്രാൻഡ് ഫാദർ റൺസ് ആഫ്റ്റർ ഹിം. അപ്പോൾ മുത്തച്ഛൻ അവൻ്റെ പിന്നാലെ ഓടുന്നു. ഗ്രാൻഡ് ഫാദർ, ഐ വിൽ ക്യാച്ച് യു ആൻഡ് ഡെഫിനറ്റ്ലി ബീറ്റ് യു. ഞാൻ നിന്നെ പിടിക്കും, തീർച്ചയായും അടിക്കുകയും ചെയ്യും. അപ്പോഴേക്കും ഗ്രാൻഡ് ഫാദർ വീഴുന്നു അല്ലേ? ഗ്രാൻഡ് ഫാദർ സ്റ്റംബിൾസ് ആൻഡ് ഫോൾസ് ഡൗൺ. അപ്പോൾ അദ്ദേഹം എന്താ പറയുന്നത്? ഗ്രാൻഡ് ഫാദർ, ഓ ഹെൽപ്പ് മീ, ഐ ഹാവ് ബ്രോക്കൺ മൈ ലെഗ്. രാജ, നോ ഐ വോണ്ട് കം, യു വിൽ ബീറ്റ് മീ. ഞാൻ വരില്ല, നിങ്ങൾ എന്നെ അടിക്കും. ഗ്രാൻഡ് ഫാദർ ഷൗട്ടിങ്. ഗ്രാൻഡ് ഫാദർ അപ്പോൾ അലറി ദേഷ്യപ്പെടുകയാണല്ലേ? കം ബാക്ക് ഹോം, ഐ വിൽ ടീച്ച് യു എ ലെസൺ. വീട്ടിലേക്ക് തിരിച്ചു വാ, ഞാൻ നിന്നെ ഒരു പാഠം പഠിപ്പിക്കും. ഇനി അടുത്ത സംഭവമാണ്. രാജ വയലിൽ പോയി ഒളിച്ചിരിക്കുന്നു. ഇരുട്ടായപ്പോൾ പേടിച്ചിട്ട് അവൻ വീടിനടുത്തുള്ള പശുത്തൊഴുത്തിലേക്ക് മാറുന്നു. രാജ ഈസ് ഹൈഡിങ് ഇൻ ദ പാഡി ഫീൽഡ്സ് ദാറ്റ് സെറ്റ് ഓൺ ദ സ്റ്റേജ്. ഇനി അടുത്ത രംഗത്തിൽ നമ്മൾ കാണുന്നത് സ്റ്റേജിൽ ഒരു വയൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒളിച്ചിരിക്കുന്ന രാജയെയാണ്. രാജ ടു ഹിംസെൽഫ്. രാജ സ്വയം പറയാണ്, ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഡാർക്ക്. ഇരുട്ടാവുന്നു. ഗ്രാൻഡ് മദർ ഹാഡ് സെഡ് ദാറ്റ് ഗോസ് വുഡ് വാണ്ടർ ഇൻ ലോൺലി പ്ലേസസ് അറ്റ് നൈറ്റ്. മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് രാത്രി സമയത്ത് വിജനമായ സ്ഥലങ്ങളിൽ പ്രേതങ്ങൾ അലഞ്ഞു നടക്കുമെന്ന്. ഇറ്റ് ഈസ് ബെറ്റർ ടു ഹൈഡ് സംവെയർ നിയർ ഹോം. വീടിനടുത്ത് എവിടെയെങ്കിലും ഒളിക്കുന്നതാണ് നല്ലത്. ഇനി അടുത്ത സീനാണ്. അതിൽ നമ്മൾ എന്താ കാണുന്നത്? രാജ ഈസ് ഹൈഡിങ് ഇൻ ദ ലോഫ്റ്റ് ഓഫ് ദ കൗഷെഡ് സെറ്റ് അറ്റ് ദ കോർണർ ഓഫ് ദ സ്റ്റേജ്. സ്റ്റേജിന്റെ മൂലയിലായി സജ്ജീകരിച്ചിരിക്കുന്ന പശുത്തൊഴുത്തിന് മുകളിൽ രാജ ഒളിച്ചിരിക്കുന്നതാണ്. അപ്പോൾ സ്റ്റേജിന്റെ മറ്റൊരു ഭാഗത്ത് നടക്കുന്നത് എന്താണ്? ഗ്രാൻഡ് ഫാദർ കംസ്. മുത്തച്ഛൻ വരുന്നു. ഹി സിറ്റ്സ് ഓൺ എ ചെയർ ആൻഡ് സേസ് പ്രേയേഴ്സ്. അദ്ദേഹം ഒരു കസേരയിലിരുന്ന് നാമം ചൊല്ലാണ്. ഹി ഈസ് വെയറിംഗ് എ ധോത്തി ആൻഡ് എ ടവൽ. അദ്ദേഹം ഒരു മുണ്ടും തോർത്തുമാണ് ധരിച്ചിരിക്കുന്നത്. അപ്പോഴാണ് മുത്തശ്ശി പുറത്തു വന്ന് രാജയെ തെരയുന്നത്. ഗ്രാൻഡ് മദർ കംസ് ആൻഡ് ലുക്സ് ഫോർ രാജ. ഷീ കോൾസ് ഹിം മെനി ടൈംസ്. മുത്തശ്ശി പലതവണ രാജയെ വിളിക്കുന്നു. ഗ്രാൻഡ് മദർ ടു ഗ്രാൻഡ് ഫാദർ. ഗ്രാൻഡ് മദർ ഗ്രാൻഡ് ഫാദറിനോട് പറയാണ്, വേർ ഇസ് രാജ? രാജ എവിടെ? ഐ ലുക്ഡ് ഹിം എവ്രിവെയർ. ഞാൻ അവനെ എല്ലായിടത്തും തിരഞ്ഞു. ഗ്രാൻഡ് ഫാദർ സ്റ്റുഡ് അപ്പ് ആൻഡ് കോൾസ് ഹിസ് സെർവൻസ്. മുത്തച്ഛൻ കസേരയിൽ നിന്നും എണീറ്റ് അദ്ദേഹത്തിന്റെ സെർവൻസിനെ വിളിക്കുന്നു. ദ ബോയ് ഈസ് ഹൈഡിങ് സംവെയർ, ഗോ ആൻഡ് ഫൈൻഡ് ഹിം. ആ കുട്ടി എവിടെയോ ഒളിച്ചിരിക്കുന്നുണ്ട്, നിങ്ങൾ പോയി അവനെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് വരൂ. അപ്പോൾ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും എന്താ ചെയ്യുന്നത്? ഗ്രാൻഡ് മദർ വീപ്സ്. മുത്തശ്ശി കരയുന്നു. ആൻഡ് ഗ്രാൻഡ് ഫാദർ വാക്സ് അപ്പ് ആൻഡ് ഡൗൺ ഇൻ ദ കോർട്ട് യാർഡ്. മുത്തച്ഛൻ മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഇനി അടുത്ത ഇവന്റ് ആണ്. ആളുകൾ അവനെ കാണാതായതിനെ കുറിച്ച് സംസാരിക്കുകയാണ് അല്ലേ? മെനി വില്ലേജേഴ്സ് ഡ്രസ്ഡ് ഇൻ റസ്റ്റിക് സ്റ്റൈൽ ആർ ക്രൗഡഡ്. സ്റ്റേജിൽ ഗ്രാമീണ രീതിയിൽ വസ്ത്രം ധരിച്ച ഒരുപാട് ആളുകൾ കൂടി നിൽക്കുന്നു. ഫസ്റ്റ് മാൻ, വാട്ട് ഹാപ്പൻ ടു രാജ? രാജയ്ക്ക് എന്തു പറ്റി? വേർ വിൽ ബി ദ ബോയ് നൗ? ആ കുട്ടി ഇപ്പോൾ എവിടെയായിരിക്കും? സെക്കൻഡ് മാൻ, ഹൂ നോസ്? ആർക്കറിയാം? തേർഡ് മാൻ, ഹി വാസ് എ ഗുഡ് ബോയ്. അവനൊരു നല്ല കുട്ടിയായിരുന്നു. എവരിബഡി ലവ്ഡ് ഹിം. എല്ലാവർക്കും അവനെ ഇഷ്ടമായിരുന്നു. രാജയുടെ അങ്കിള് അവനെ കണ്ടെത്തി കൊണ്ടുവരുന്നതാണ് അടുത്ത സംഭവം അല്ലേ? ഇവൻ നമ്പർ 5. ഗ്രാൻഡ് ഫാദർ ഈസ് പ്രേയിങ് വിത്ത് ക്ലോസ്ഡ് ഐസ്. മുത്തച്ഛൻ കണ്ണടച്ച് പ്രാർത്ഥിക്കുകയാണ്. ഗ്രാൻഡ് ഫാദർ, ഹെൽപ്പ് മീ ഗോഡ്. ദൈവമേ എന്നെ സഹായിക്കൂ. ഗിവ് മീ മൈ ചൈൽഡ് ബാക്ക്. എനിക്ക് എൻ്റെ കുട്ടിയെ തിരിച്ചു തരൂ. അങ്കിൾ കംസ് വിത്ത് രാജ. അപ്പോഴാണ് അമ്മാവൻ രാജയുമായി സ്റ്റേജിലേക്ക് പ്രവേശിക്കുന്നത്. ഡോണ്ട് വറി ഫാദർ. അച്ഛാ വിഷമിക്കേണ്ട. ഹിയർ ഹീ ഈസ്. അവനിതാ. ഹി വാസ് ഹൈഡിങ് ഇൻ ദ ലോഫ്റ്റ് ഓഫ് ദ കൗഷെഡ്. അവൻ തൊഴുത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഗ്രാൻഡ് ഫാദർ എന്താ ചെയ്യുന്നത്? ഗ്രാൻഡ് ഫാദർ ടുക്സ് ഹിം അപ്പ് ഇൻ ഹിസ് ആംസ് ഇൻ ജോയ് ആൻഡ് ഹഗ്സ് ഹിം. അവനെ സന്തോഷത്തോടെ വാരിയെടുത്ത് കെട്ടിപ്പിടിക്കുന്നു. ഗ്രാൻഡ് മദർ ഓൾസോ കംസ് ആൻഡ് ഹഗ്സ് ഹിം. മുത്തശ്ശിയും വന്ന് അവനെ കെട്ടിപ്പിടിക്കുന്നു. രാജ, സോറി ഗ്രാൻഡ് ഫാദർ, ഐ വിൽ നെവർ റിപ്പീറ്റ് ഇറ്റ്. മുത്തശ്ശ, എന്നോട് ക്ഷമിക്കണം, ഞാനിനി ഇതൊരിക്കലും ആവർത്തിക്കില്ല. ഗ്രാൻഡ് ഫാദർ, ഇറ്റ്സ് ഓക്കെ മൈ ബോയ്. സാരമില്ല കുട്ടി. യു ആർ എ ഗുഡ് ബോയ്. നീ ഒരു നല്ല കുട്ടിയാണ്. വി ലവ് യു വെരി മച്ച്. ഞങ്ങൾ നിന്നെ വളരെയധികം സ്നേഹിക്കുന്നു. രാജ, ലവ് യു ടു. ഞാൻ നിങ്ങളെയും സ്നേഹിക്കുന്നു. ഇനി നമ്മൾ തയ്യാറാക്കിയ സ്ക്രിപ്റ്റ് നന്നായിരുന്നോ, പെർഫെക്റ്റ് ആയിരുന്നോ എന്ന് അറിയണ്ടേ? അതൊന്ന് പരിശോധിക്കാം. നമ്മൾ തയ്യാറാക്കിയ സ്ക്രിപ്റ്റിൽ താഴെ പറയുന്ന കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിരുന്നോ എന്നാണ് നോക്കേണ്ടത്. ഉണ്ടെങ്കിൽ യെസ് എന്നുള്ളിടത്ത് ടിക്ക് ചെയ്യണം.
I fixed the main events of the story before writing the script. സ്ക്രിപ്റ്റ് എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ അതിൽ വേണ്ട പ്രധാന സംഭവങ്ങളെല്ലാം കണ്ടെത്തിയിരുന്നു. ഉണ്ടല്ലോ, അപ്പോൾ ടിക്ക് ചെയ്യാം. I mentioned the places where each event had taken place. എവിടെയൊക്കെയാണ് ഈ സംഭവങ്ങൾ നടന്നത് എന്ന് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് എൻ്റെ സ്ക്രിപ്റ്റിൽ. തോട്ടത്തിൽ, പാടത്ത്, തൊഴുത്തിൽ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതും ടിക്ക് ചെയ്യാം. I included suitable characters for each event. ഓരോ സന്ദർഭത്തിനും അനുയോജ്യമായ കഥാപാത്രങ്ങളെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശരി. I wrote suitable dialogues for different situations. ഓരോ സന്ദർഭത്തിനും അനുസരിച്ച് ഞാൻ ഡയലോഗ്, സംഭാഷണങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതും ശരിയാണ്. I mentioned the entry and exit, positions, movements and actions of each character. ഓരോ കഥാപാത്രങ്ങളും സ്റ്റേജിലേക്ക് വരുന്നതും പോകുന്നതും അവരുടെ ചലനങ്ങളും അവരെവിടെയാണ് നിൽക്കുന്നത് എന്നുമെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഉണ്ടല്ലോ, നമ്മുടെ സ്ക്രിപ്റ്റിൽ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതും ശരിയാണ്. I mentioned the properties and costumes in the script. സ്ക്രിപ്റ്റിൽ നമ്മൾ എന്തെല്ലാം സെറ്റിംഗ്സ് ആണ് ചെയ്തിട്ടുള്ളത് അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കോസ്റ്റ്യൂംസ് ഓഫ് ദ ക്യാരക്ടേഴ്സ്, ആളുകളുടെ, കഥാപാത്രങ്ങളുടെ കോസ്റ്റ്യൂംസ്, അവരുടെ വസ്ത്രങ്ങൾ, അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതും ശരിയാണ്. അപ്പോൾ നമ്മുടെ സ്ക്രിപ്റ്റ് പെർഫെക്റ്റ് ആണല്ലേ. ബാക്കിയുള്ള ആക്ടിവിറ്റീസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യൂ. കൂടുതൽ ക്ലാസ്സുകൾ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യൂ. അടുത്ത ക്ലാസ്സിൽ കാണാം. ഗുഡ് ബൈ.